തൃശൂർ പൂരത്തിൽ മതചിഹ്നങ്ങൾ പാടില്ലത്രേ, അതും ചില പ്രത്യേക മതചിഹ്നങ്ങൾ പാടില്ല എന്ന്. ഇത് എവിടുത്തെ ന്യായം? കാവിക്കൊടി അമ്പലത്തിൽ കിട്ടാൻ പാടില്ല എന്നാണ് നമ്മുടെ വാസുവണ്ണൻ പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ ശരിയാകും? ഈ പച്ചക്കൊടി പള്ളിയിൽ കിട്ടുന്ന പോലെ തന്നെയല്ലേ അമ്പലങ്ങളിൽ കാവിക്കൊടിയും കിട്ടുന്നത്? അപ്പോ അതെന്തായാലും നടക്കാൻ പോണില്ല. അമ്പലത്തിൽ എന്ത് വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആരാണ് വാസവന് തന്നത്? പാർട്ടി കോൺഗ്രസിലും ഐക്യദാർഢ്യ വേദികളിലും പലസ്തീന് പ്രതീകമായ കഫി അണിഞ്ഞ് പരസ്യപ്രകടനം നടത്തിയ നേതാക്കന്മാരാണ് ഇപ്പോ കിടന്ന് രോക്ഷം കൊള്ളുന്നത്. ഇതൊക്കെ കയ്യിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ വാസുവണ്ണ. കഴിഞ്ഞ തൃശൂർ പൂരത്തിനാണ് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായി പൂരം കലക്കൽ നടത്തിയത്. അതിന്റെ അലയൊളികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതിന്റെ ബാക്കി പത്രം എന്നോണമാവണം ദേവസ്വം മന്ത്രി VN വാസവന്റെ ഈ വിവാദ പ്രസ്താവന. തൃശൂർ പൂരത്തിൽ മതചിഹ്നങ്ങൾ പാടില്ല എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതോടെ തൃശൂർ പൂരത്തിന് പൊട്ടുന്ന കദീനയ്ക്കൊപ്പം മതവിവാദ വെടിക്കെട്ടിനും തിരികൊളുത്തിരിക്കുകയാണ്. ഹിന്ദുമത വിശ്വാസികളെ ഒന്നാകെ ഈ പ്രസ്താവന വ്രണപ്പെടുത്തിയിട്ടുമുണ്ട്. ദേവസ്വം മന്ത്രിക്ക് വിവരമില്ലാത്തതോ ഹിന്ദുമത ആചാരങ്ങളെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടോ ആണോ ഇത്തരമൊരു പ്രസ്താവന? അതല്ല അജ്ഞത കൊണ്ടാണ് മന്ത്രി ഈ പറഞ്ഞതെങ്കിൽ മുഴുവൻ ഹിന്ദു സമൂഹത്തോടും മന്ത്രി മാപ്പ് പറയണം. തൃശൂർ പൂരം തുടക്കം മുതൽ അവസാനം വരെ മതം മാത്രമാണ്. ഹിന്ദു മതത്തിന്റെ അവിഭാജ്യ ഘടകമായ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമാണ് തൃശൂർ പൂരം. മതചിഹ്നം മാറ്റി നിർത്തിയാൽ പിന്നെ അതെന്ത് തൃശൂർ പൂരം? ക്ഷേത്രാഘോഷങ്ങൾക്ക് ഹിന്ദു മതചിഹ്നമല്ലാതെ പിന്നെ വേറെ എന്താ പൂരനഗരിയിൽ പ്രദർശിപ്പിക്കേണ്ടത്? വിവരദോഷികൾ എന്നല്ലാണ്ട് വേറെ എന്തു പറയാൻ? ഏത് മതത്തിന്റെ ആഘോഷമാണോ നടക്കുന്നത് ആ മതത്തിന്റെ ചിഹ്നം അവിടെ ഉണ്ടാകും. അതിനാരും കടന്നു ചൊറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പൂരം ഹിന്ദു സമുദായത്തിന്റെ ആഘോഷമാണ്. അത് മന്ത്രി ഓർത്താൽ നന്ന്. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന CPM പാർട്ടിയുടെ ദേവസ്വം മന്ത്രി പൂരനഗരിയിൽ മതചിഹ്നങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് താലിബാനിസത്തിന്റെ ട്രയൽ റൺ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്ഷേത്രോത്സവങ്ങളിൽ ചെഗുവരെ പോലുള്ള പാർട്ടിയുടെ ഗോഡ് ഫാദർമാരുടെ ചിത്രവുമായി അണികൾ ഉറഞ്ഞു തുള്ളുമ്പോൾ പുഞ്ചിരിക്കുന്ന ഭരണകൂടമാണിപ്പോൾ പൂരത്തിനെതിരെ വാളെടുക്കുന്നത്. ക്ഷേത്രങ്ങളെയും വിശ്വാസി സമൂഹത്തെയും ആചാരങ്ങളെയും എന്നും അവഹേളിച്ചിട്ടുള്ള പാരമ്പര്യമാണ് CPM-നും നേതാക്കൾക്കുമുള്ളത്. ആ നേതൃത്വ നിരയിലെ വാസവനിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ക്ഷേത്രത്തിൽ പോയാൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുന്ന പാർട്ടിയാണ് CPM. ഗണപതി മിത്താണെന്ന് ഉദ്ഘോഷിക്കുകയും ഗണപതി ഹോമം വേദിയിലെ വിളക്കുകൾ നിന്ദിയോടെ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്ന നേതാക്കളും മന്ത്രിമാരുമാണ് പാർട്ടിയുടെ മുൻനിരക്കാർ. അതേസമയം നിസ്കാരത്തിന് പാർട്ടി യോഗങ്ങളിൽ സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു. വന്ന് CPM എന്ന പ്രസ്ഥാനം ഹിന്ദു വിശ്വാസത്തെ തച്ചുടയ്ക്കാനും ആക്ഷേപിക്കാനും മാത്രമുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ നിയമസഭാ സ്പീക്കർ തന്നെ ഗണപതി ഭഗവാനെ അപഹസിച്ചത് നമ്മൾ കേട്ടതാണ്. ആ അപഹസിക്കലിനെ പാർട്ടി നേതൃത്വം പിന്തുണയ്ക്കുകയും ചെയ്തു. ഹിന്ദു ദൈവങ്ങളിലും ക്ഷേത്ര ആരാധനകളിലും വിശ്വാസമില്ലാത്ത മന്ത്രി ധാർമ്മികമായി ഹൈന്ദവ ആരാധനാ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ഒട്ടും ശരിയല്ല. ഹൈന്ദവ വിശ്വാസികളെ വ്രണപ്പെടുത്തുകയും മറ്റു ചിലരെ സന്തോഷിപ്പിക്കലുമാണ് ദേവസ്വം മന്ത്രിയും CPM-ഉം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഹിന്ദു വിശ്വാസികൾ വായ് മൂടിക്കെട്ടി മിണ്ടാതിരിക്കുമെന്ന് നീ ഒന്നും വിചാരിക്കേണ്ട. തൃശൂർ പൂരം മതപരമായ ചടങ്ങാണ്. തൃശൂർ പൂരത്തെ മതപരമായ ചടങ്ങല്ല എന്ന് ദുർവ്യാഖ്യാനം ചെയ്തത് തൃശൂർ പൂരത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഹിന്ദു സാംസ്കാരിക ക്ഷേത്ര ഉത്സവത്തിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് പ്രതിനിധിയായ ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവന. മന്ത്രി പറയുന്നത് മതചിഹ്നങ്ങൾ പാടില്ല എന്നാണ്. മതചിഹ്നങ്ങളില്ലെങ്കിൽ തൃശൂർ പൂരമേ ഉണ്ടാകില്ല. പുത്തൻപള്ളി പെരുന്നാളിന് കുരിശു പാടില്ല എന്ന് പറയും പോലെയാണ്. പുത്തൻപള്ളി പെരുന്നാളിൽ കുരിശും പാടില്ല യേശുക്രിസ്തുവും പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പെരുന്നാളുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ വാസവന്റെ പ്രസ്താവന. ഇപ്പോൾ ഒന്നെങ്കിൽ വാസവന് വിവരക്കേട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാകാം. തെറ്റുപറ്റുന്നത് തിരുത്താൻ മന്ത്രി തയ്യാറാകണം. കാരണം ഇത് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്രാവശ്യം തിരുത്തിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് പലരും പലതരത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിക്കും. അന്ന് പ്രതിഷേധിച്ചിട്ടില്ലല്ലോ, തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രി വാസവന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അദ്ദേഹം മാപ്പ് പറയണം. അതല്ല എന്നുണ്ടെങ്കിൽ വാസവൻ ദേവസ്വം മന്ത്രിയായിരിക്കാൻ ഒരു യോഗ്യതയുമില്ല. മന്ത്രി വാസവന് മന്ത്രിയായിരിക്കാൻ യോഗ്യത വേണമെങ്കിൽ ക്ഷേത്ര ഉത്സവത്തെക്കുറിച്ച്, ക്ഷേത്ര ആചാരത്തെക്കുറിച്ച്, ക്ഷേത്ര സംസ്കാരത്തെക്കുറിച്ച് അറിയണം. തൃശൂർ പൂരത്തിൽ മതചിഹ്നം പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവതിയുടെ കോലം എഴുന്നള്ളിക്കാൻ പറ്റുമോ? ഒരു സാമാന്യ മര്യാദയില്ലേ? സാമാന്യ മര്യാദയുടെ അതിർത്തി ലംഘിച്ചുകൊണ്ടാണ് വാസവന്റെ പ്രസ്താവന. തൃശൂർ പൂരത്തിന് ചുമതലയുള്ള മന്ത്രി രാജനോട് ചോദിക്കാനുള്ളത്, രാജൻ ഈ അഭിപ്രായത്തെ അംഗീകരിക്കുന്നുണ്ടോ? മന്ത്രി പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ റവന്യൂ മന്ത്രി നിലപാട് വ്യക്തമാക്കണം.
തൃശൂർ പൂരത്തിന്റെ ചുമതലയുള്ള മന്ത്രി പറയണം, വാസവന് തെറ്റുപറ്റിയെങ്കിൽ വാസവൻ തിരുത്തണം, അല്ലെങ്കിൽ രാജൻ വാസവനെ തിരുത്തണം. ഇത് രണ്ടുമല്ലെങ്കിൽ ഹിജൻ അജണ്ട തന്നെയാണ്. തൃശൂർ പൂരം ക്ഷേത്രത്തിൽ നിന്ന്, ക്ഷേത്ര ചൈതന്യത്തിൽ നിന്ന്, ക്ഷേത്ര ഉത്സവത്തിൽ നിന്ന്, ഹിന്ദു സമൂഹത്തിൽ നിന്ന്, ക്ഷേത്ര സംസ്കാരത്തിൽ നിന്ന്, ഹിന്ദു മതത്തിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. വാസവൻ ഇത് പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജനത് തിരുത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ വാസവൻ ഈ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ദേവസ്വം വകുപ്പിൽ നിന്നും മാറ്റി നിർത്തണം. അദ്ദേഹത്തിന് പറ്റിയത് വനം വകുപ്പ് തന്നെയാണ്. വന്യജീവികൾ നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. മന്ത്രിസഭയ്ക്ക് വന്യമൃഗങ്ങളുമായി സംസാരിച്ച് വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് കയറ്റാൻ ഒരാളെ ആവശ്യമുണ്ട്. അതിന് പറ്റിയ ആള് വാസവനാണ്. കാരണം ക്ഷേത്ര സംസ്കാരവും ക്ഷേത്ര ആചാരവും ക്ഷേത്ര പാരമ്പര്യവും അറിയാത്ത ആൾക്കാർ ദേവസ്വം മന്ത്രിയായിരിക്കരുത്. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഹിന്ദു സമൂഹം ഒന്നായി നിങ്ങളുടെയൊക്കെ നെഞ്ചത്ത് കയറുമെന്ന് ഉറപ്പാണ്. കാര്യം ഹിന്ദു നാമധാരിയൊക്കെ ആയിരിക്കാം, പക്ഷേ അയാൾ ഒരു ഭൗതികവാദിയും അവിശ്വാസിയുമാണ്. കമ്മ്യൂണിസത്തിൽ ഈശ്വര വിശ്വാസത്തിന് സ്ഥാനമില്ല. അപ്പോൾ അതിൽപ്പെട്ട ഒരാളെ ദേവസ്വത്തിന് ഭരണം കൈയാളാൻ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അതിന്റെ പ്രതിഫലനമാണ് ഈ പ്രസ്താവനയും മറ്റും. ദേവസ്വം ഭരണം അതത് സർക്കാരുകളിൽ നിന്നും വിടുവിച്ച് വിശ്വാസ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിനുള്ള പ്രതിവിധി. അതിൽ നിന്ന് വിശ്വാസി പക്ഷത്തിൽ നിന്നും ഒരു വിമോചന സമരം അത്യന്താപേക്ഷിതമാണ്. ഇനി തൃശൂർ പൂരം എന്ന പേര് മാറ്റി സഖാവ് പരമശിവ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ സഖാവ് ശിവസമ്മേളനം എന്നൊക്കെ ആക്കാനായിരിക്കും ഇവന്മാരുടെയൊക്കെ ഉദ്ദേശം. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. പൂരത്തിന് ചെണ്ട പാടില്ല, ദഫ് മുട്ടിയാൽ മതി എന്നൊന്നും പറഞ്ഞു കളഞ്ഞില്ലല്ലോ. അത്രയും സന്തോഷം.